കൊച്ചിയിൽ യുവാവിന് ദാരുണാന്ത്യം. കൊച്ചി കോതമംഗലത്താണ് സംഭവം. യുവാവിനെ പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതായി സംശയമുണ്ട്. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത്. അൻസിലിന് 38 വയസ്സാണ് പ്രായം. രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു യുവാവിന്റെ മരണം. സംഭവത്തിൽ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തേക്കും. പെൺസുഹൃത്ത് വിഷം കലക്കി നൽകിയതായി ചികിത്സയിലിരിക്കെ അൻസർ മൊഴി നൽകിയിരുന്നു എന്നാണ് സൂചന. യുവതി വിഷം വാങ്ങിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. വധശ്രമത്തിനായിരുന്നു ആദ്യം കേസെടുത്തത്. എന്നാൽ യുവാവ് മരിച്ചതോടെ കൊലക്കുറ്റം ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമല്ല. യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരും തമ്മിൽ ദീർഘനാളായി അടുപ്പത്തിലായിരുന്നു. ഇടയ്ക്ക് പിണങ്ങിയപ്പോൾ അൻസിലിനെതിരെ യുവതി പോലീസിൽ പരാതിയും നൽകിയിരുന്നു. അതിനുശേഷവും ഇരുവരും തമ്മിൽ വീണ്ടും അടുപ്പത്തിലാവുകയായിരുന്നു. പിന്നീട് എന്തോ കാരണവശാൽ യുവാവിനെ ഒഴിവാക്കണമെന്ന് യുവതി തീരുമാനിക്കുകയുമായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് യുവാവിനെ യുവതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വിഷം നൽകിയത് എന്നാണ് സൂചന. യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷത്തിന്റെ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. സമാന രീതിയിൽ കാമുകൻ ഷാരോണിനെ വകവരുത്തിയ പാറശാല സ്വദേശിനി ഗ്രീഷ്മയ്ക്ക് നേരത്തെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ജ്യൂസിൽ ചേർത്തായിരുന്നു ഗ്രീഷ്മ കാമുകന് വിഷം നൽകിയത്. 2022 ഒക്ടോബർ 25-നായിരുന്നു ഷാരോണിന്റെ മരണം. അതേസമയം കോതമംഗലത്ത് യുവാവ് വിഷമുള്ളിൽ ചെന്ന മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാതിരപ്പള്ളി മേലോത്തുമാലിൽ ആലിയാരുടെ മകനാണ് മരിച്ച അൻസിൽ. വിഷം നൽകിയെന്ന് സംശയിക്കുന്ന അൻസിലിന്റെ പെൺസുഹൃത്ത് ചേലാട് സ്വദേശിയാണ്. കോതമംഗലം പോലീസാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അൻസിൽ വിവാഹിതനാണ് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. മക്കളുമുണ്ട്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. അൻസിലിന്റെ ബന്ധു കൂടിയാണ് സുഹൃത്തായ 30-കാരി. ഇരുവരും തമ്മിൽ ദീർഘനാളായി അടുപ്പത്തിലായിരുന്നു. അതേസമയം ബുധനാഴ്ച പുലർച്ചെയാണ് പെൺസുഹൃത്ത് തന്റെ വീട്ടിൽ വെച്ച് അൻസിലിന് വിഷം നൽകിയത്. അവശനായ അൻസിലിന്റെ സുഹൃത്താണ് അൻസിലിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് വിവരം. പെൺസുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം നൽകിയതാണെന്ന് യുവാവ് ആംബുലൻസിൽ വെച്ച് സുഹൃത്തിനോട് പറയുകയായിരുന്നു. ഈ സുഹൃത്താണ് പോലീസിൽ വിവരമറിയിച്ചതും. തുടർന്നാണ് യുവതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതും. ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് യുവാവിനെ കൊണ്ടുപോയത്. പിന്നീടാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം യുവതിയുടെ വീട്ടിൽ നിന്നും വിഷക്കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അതേസമയം പെൺസുഹൃത്ത് അൻസിലിന് വിഷം കൊടുക്കാൻ ഇടയായത് അൻസിലിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതേസമയം ഇരുവരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറ്റിയും മറ്റും പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. കൂടാതെ മരിക്കുന്നതിന് തൊട്ടു മുൻപ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞ വാക്കുകൾ സത്യമാണോ എന്ന കാര്യത്തിലും അന്വേഷണം ഊർജിതമാക്കുകയാണ് കോതമംഗലം പോലീസ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.